ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ദോശമാവൊക്കെ വീട്ടിൽ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം സാധാരണ ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള ദോശമാവാണ് കേട്ടോ. ഇതിലേക്ക് ഒരു അര കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദയും കൂടെ ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, ദോശമാവിൽ ഉപ്പുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ടാവും ഉണ്ടാവുക. അപ്പോൾ ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ മാവൊന്ന് കലക്കിയെടുക്കുക. ഞാനിവിടെ കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്ലാസ്സിന് അളന്നെടുത്താൽ മതി. അപ്പോൾ ദോശമാവ് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ടാവും, പലർക്കും ചിലപ്പോൾ അറിയുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ദോശമാവൊക്കെ ബാക്കി വരുന്ന സമയത്ത് കുറച്ച് മൈദ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ലതുമാണ് കേട്ടോ. ഒരുപാട് മൈദയുടെ ആവശ്യം വരില്ല. അപ്പോൾ നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. പിന്നെ പഴംപൊരിയിൽ സോഡാപ്പൊടിയൊക്കെ ചേർക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടും, നല്ല മുരിഞ്ഞിട്ടുള്ള പഴംപൊരി ആയിരിക്കും. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അതിൽ കൂടുതൽ മാവ് കലക്കി വെക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമ്മൾ സാധാരണ പഴം നീളത്തിലോ അല്ലെങ്കിൽ ചെറുതാക്കിയിട്ടോ നിങ്ങൾ കീറിയെടുക്കുക. എന്നിട്ട് നമ്മൾ മാവിൽ മുക്കിയിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കുക. വെളിച്ചെണ്ണയിലോ ഓയിലിലോ നിങ്ങൾക്കിത് പൊരിച്ചെടുക്കാം. മാവ് ഒരുപാട് ലൂസാക്കി എടുക്കരുത്. നമ്മൾ ഈ ഒരു ദോശമാവ് എടുത്തിട്ട് പിന്നെ ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ അര കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വരുള്ളൂ. എന്നിട്ട് ചൂടായിട്ടുള്ള ഓയിലിൽ ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ ഇതൊന്ന് 2 ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ദോശമാവൊക്കെ ബാക്കി വരുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നേന്ത്രപ്പഴമൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനം തന്നെ ആയിരിക്കും. ഇതിലേക്ക് പ്രത്യേകിച്ച് നമുക്ക് സോഡാപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടും. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മാവിൽ വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഏലക്കാപ്പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഏലക്കാപ്പൊടി അതുപോലെ എള്ള് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.